വയനാട് പുനരധിവാസ പാക്കേജിൻ്റെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ കടന്നുകൂടിയെന്ന വിമർശനം പരക്കെ ഉയരുന്നു. രാവിലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ സഞ്ചരിച്ച നമ്മുടെ പ്രതിനിധികൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്തായാലും സർക്കാരിന് വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പട്ടിക പുറത്തു വന്നത്. പരിഹരിക്കാൻ കഴിയുന്ന തെറ്റുകുറ്റങ്ങളേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരുപാട് പരാതികൾ പിന്നെയും വരികയാണ്. 70 പേരുടെ ഇരട്ടിപ്പിക്കൽ നടന്നു എന്നുകൂടി പരാതിക്കാർ പറയുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ രാജൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഇത്രയധികം ആളുകൾ മരിച്ച് താങ്കളൊക്കെ ഇത്രയധികം ദിവസങ്ങൾ വയനാട്ടിൽ ചെലവഴിച്ചു. ചൂരൽമലയിലും മുണ്ടക്കയിലും താങ്കൾ നിരന്തരമായി താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇത്തരമൊരു പട്ടിക പുറത്തിറക്കുമ്പോൾ അതൊരു അബദ്ധ പഞ്ചാംഗമായി മാറുന്നു എന്നുള്ളത് ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തെ അത്ര സീരിയസ് ആയിട്ട് ഇത് തയ്യാറാക്കിയ ജീവനക്കാർ കണ്ടില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ 3 കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടി പറഞ്ഞോട്ടെ. അങ്ങേക്ക് പറഞ്ഞാൽ ഈ ദുരന്ത പ്രവർത്തനങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ പെട്ടെന്ന് മനസ്സിലാകും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലിരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും. ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല. അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. ജില്ലാ കളക്ടറോട് ഇന്നലെ തന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ ലിസ്റ്റിൽ വന്നിട്ടുള്ള പാകപ്പിഴകളുടെ കാര്യം എന്താണ് എന്ന് അന്വേഷിച്ച് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകാൻ ഇന്നലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഒരു ചെറിയ കാര്യമായിട്ടൊരു കാരണവശാലും കാണുന്നില്ല. പക്ഷേ ആ കാര്യത്തിൽ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായൊരു പ്രശ്നമാണ് എന്ന് കാണുന്നുണ്ടെങ്കിലും ഇരട്ടിപ്പുള്ള ഒരു പേരും വീണ്ടും ആവർത്തിക്കില്ല എന്ന കാര്യം ഞാൻ ഉറപ്പില്ല. രാജൻ, അതിലുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ 70 ആളുകളുടെ പേര് ഇരട്ടിപ്പായി വന്നിരിക്കുന്ന പരാതികൾ രാവിലെയും വരുന്നുണ്ടായിരുന്നു. നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ അതിന് ഇത്രയധികം സമയമെടുത്ത് തയ്യാറാക്കിയ ഒരു പുനരധിവാസ പട്ടികയാണത്. അതിലെങ്ങനെയാണ് ഇത്രയധികം അപാകതകൾ കടന്നുകൂടുക? കാരണം ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെക്ക് ചെയ്യും, റീചെക്ക് ചെയ്യും, ഫൈനൽ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്കിങ്ങിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ നടക്കേണ്ടതാണല്ലോ ഇത്തരം കാര്യങ്ങളെന്ന്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു നോട്ടക്കുറവ് കാര്യമായിട്ട് സംഭവിച്ചു എന്നാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. നമുക്കൊക്കെ അതിൽ വല്ലാത്തൊരു അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള എന്ന കാര്യം താങ്കളോട് തുറന്നു പറയുകയാണ്. ഞാൻ അങ്ങേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ നേരം അവിടെ നിന്നൊരാളാണെന്നുള്ളത് കൊണ്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതങ്ങ് പറഞ്ഞതുപോലെ പല അരിപ്പകളിലൂടെ വന്നിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനും എല്ലാ വകുപ്പുകളുടെയും മേധാവികളും ഉൾപ്പെടുന്ന DDMA പരിശോധിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഈ കണക്കോ ഇതിൻ്റെ രേഖയോ പുറത്തു വന്നിട്ടുള്ളത്. ആ രേഖയിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ കണക്കും അതുപോലെ തന്നെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റും കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ ചില പേരുകളിൽ ഇരട്ടിപ്പുണ്ടായി. ചിലരുടെ ഫോൺ നമ്പർ തന്നെ വ്യത്യസ്തമായി 2 രേഖകളിൽ വന്നു. എന്തായാലും ആ ഇരട്ടിപ്പ് ഉണ്ടായത് ഏതെങ്കിലും വിധത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഗൗരവക്കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കർശനമായിട്ടുള്ള ഇടപെടലുമായിട്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. കാരണം ഗവൺമെൻറ് വളരെ 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 ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഈ പട്ടിക ഉണ്ടാക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടവും 2ആയി ലിസ്റ്റ് ഉണ്ടാക്കിയത് 2ആയി പോകരുത് എന്ന് കരുതി അത് കൺസോൾഡേറ്റ് ചെയ്ത റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമായി അംഗീകരിക്കരുത് എന്നുള്ളത് കൊണ്ട് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന DDMA നോക്കി അയക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് അവർ തയ്യാറാക്കിയത്. നമ്മളാരും ആ കാര്യത്തിൽ നോക്കുകയോ ഇടപെടുകയോ ചെയ്തവരെല്ലാം അങ്ങനെ ഇടപെടാനും പാടില്ല. കാരണം DDMAയുടെ ഒരു അധികാരമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കരടായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ആ കാര്യത്തിൽ തെറ്റുകൾ ഏതെങ്കിലും വിധത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകും. ആ കാര്യത്തിൽ കളക്ടറുടെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ക്ലാരിറ്റി രാജൻ, ഒരു കാര്യം കൂടി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് ഈ ഇത്തരം ഒരു പട്ടിക തയ്യാറാക്കി പുറത്തുവിടുന്നതിന് മുമ്പ് താങ്കളുടെ ഓഫീസ് ഇത് കണ്ടിരുന്നോ? ഒരു കാരണവശാലും ഇല്ല. കണ്ടിരുന്നില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഘടകവും കാണാനും പാടില്ല. കാരണം ഇതിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇറക്കിയിട്ടുള്ള സർക്കുലർ ഒന്ന് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. അത് വിവിധങ്ങളായിട്ടുള്ള കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തയ്യാറാക്കിയ ലിസ്റ്റുകളെ അനുരഞ്ജനം നടത്തണം. മലയാളത്തിൽ ആ പദമാണ് ഉപയോഗിച്ചത്. കൺസോൾഡേറ്റ് ചെയ്യണം. കൺസോൾഡേറ്റ് ചെയ്ത റിപ്പോർട്ട് സബ് കളക്ടർ DDMAയുടെ മുമ്പാകെ സമർപ്പിക്കണം. DDMA ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ അംഗങ്ങളുമായ സമിതിയാണ്.
ആ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തു വിട്ടതിന് ശേഷം മാത്രമേ മന്ത്രിയുടെ ഓഫീസ് കണ്ടിട്ടുള്ളൂ. ഒരു കാരണവശാലും മന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും അത് കാണാൻ പാടില്ല, കാണുകയും ചെയ്തിട്ടില്ല. രാജൻ, ഒരു കാര്യം, ഇപ്പൊ ചൂരൽമലയിൽ ഞങ്ങളുടെ പ്രതിനിധി ആഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്. ആഷ്മിക്കൊപ്പം ശങ്കരൻ എന്ന് പറയുന്ന ഒരു പരാതിക്കാരനുണ്ട്. അദ്ദേഹത്തിന് താങ്കളോട് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. മിസ്റ്റർ രാജൻ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാനത് കേൾക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി അങ്ങ് പ്രേക്ഷകരോട് അറിയിക്കാനൊരു സമയം. തീർച്ചയായിട്ടും താങ്കൾക്ക് സഫീഷ്യന്റ് സമയം കിട്ടും. ഞാൻ സമയം അപകരിക്കില്ല, വളരെ പെട്ടെന്ന് തീർക്കാം. ആഷ്മി, മിനിസ്റ്റർ റെഡിയാണ്, പറയൂ. എസ് കെ ശങ്കരൻ എന്നാണ് പേര്. ചൂരൽമല പാടിയിലുള്ള ആളാണ്, ആശുപത്രി പാടിയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ പോയതാണ്, പേരും ആ പട്ടികയില്ല. കേൾക്കാം ചേട്ടൻ, കേൾക്കാം. മിനിസ്റ്ററോട് ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഹലോ, നമ്മളെ വാർഡിയിൽ 10 ആളോടും താമസമുണ്ട്. പക്ഷെ നമ്മളെ പേരൊന്നും അതിൽ വന്നില്ല. ഇന്നലെ ചാനലുകാരെ കൊണ്ടുപോയിട്ട് ആ പാടി കാണിച്ചു കൊടുത്തിരുന്നു ഞങ്ങൾ. അതിന് ചുറ്റുമുള്ള ആകെ ഒരു 10 മീറ്ററേ ഉള്ളൂ പോയും ഞങ്ങളായിട്ടുള്ള താമസം. 10 മീറ്ററും ഇല്ല, അത്രയും അടുത്താണ് പോയും ഞങ്ങളായിട്ടുള്ളത്. അപ്പോൾ ആ പാടിയിൽ മൊത്തം എൻ്റെ തൊയ്ത്തും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനാണ്. പസ്കൾ നഷ്ടപ്പെട്ട് അതിനൊന്ന് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക, മേറ്റ് കാര്യങ്ങളെല്ലാം ഒരു 16 ലക്ഷം രൂപയോളം നഷ്ടമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പാടിയിൽ ലിസ്റ്റിൽ പേരും ഇല്ല. ഞങ്ങൾ പിന്നെ വേറെ എവിടെ പോകണമെന്ന് നമുക്കറിയില്ല. നല്ല ചാനലുകാരെ ശങ്കരൻ ഒന്ന് കേൾക്കൂ, മിനിസ്റ്റർ പറയാണ്. ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാമോ? നമ്മള് 2 ലിസ്റ്റ്, ശങ്കരേട്ടനോട് മാത്രമല്ല ഇത് കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, ആശങ്കപ്പെടണ്ട. 2 ലിസ്റ്റായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ പേര് 2 ഫേസ് എന്ന് എഴുതിയത് കൊണ്ട് 2 ഘട്ടം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. 2 ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ 3 വാർഡുകളിൽ, മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ പുഞ്ചിരിമുറ്റവും മുണ്ടക്കയും അട്ടാമലയും ആറാമലയും ഉൾപ്പെടുന്ന ഈ 3 വാർഡുകളിൽ വീടുകൾ ഫുള്ളി വാഷ്ഡ് ഔട്ടായി പോയ, പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അതിൽ കേവലം വീടിൻ്റെ ഉടമസ്ഥന്മാരായ ആളുകളുടെ മാത്രമല്ല, സ്ഥിരമായി അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടാകും, പൂർണ്ണമായി ലയങ്ങളിൽ താമസിക്കുന്നതാണെങ്കിലും വീട് നഷ്ടപ്പെട്ട ആളുകളുടെ പേരുകളുണ്ടാകും. അത് ഫുള്ളി വാഷ്ഡ് ഔട്ടായിട്ട് ലിസ്റ്റാണ്. രണ്ടാമത്തെ ലിസ്റ്റ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള പഠന കേന്ദ്രം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പോകാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും, താമസിക്കേണ്ടി വരുന്ന മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ഉണ്ടാകും. അങ്ങനെ താമസിക്കേണ്ടി വരുന്ന മുഴുവൻ ആളുകളെയും അറിയണമെങ്കിൽ ജോൺ മത്തായി പറഞ്ഞ മീറ്ററുകൾ അനുസരിച്ച് 50 മീറ്റർ, 30 മീറ്റർ, 20 മീറ്റർ എന്നൊക്കെ ഓരോ സ്ഥലത്തെയും കുറിച്ച് പറഞ്ഞതനുസരിച്ച് അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യേണ്ടി വരും. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 സംഘം നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു ഭൗമ്യശാസ്ത്ര പഠന സംഘത്തിൻ്റെ റിപ്പോർട്ടേ നമുക്ക് ശാസ്ത്രീയമായി നോക്കാൻ പറ്റൂ. അത് മെമ്പർമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ പറയുന്നത് പോലെ കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത്, മാർക്കിൽ ഉൾപ്പെട്ടിട്ടില്ല, എന്നാൽ മാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 5 വീടുണ്ട് അല്ലെങ്കിൽ 10 വീടുണ്ട്. അവർ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തിനുള്ളിൽ പെട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അത് കണ്ടാൽ അവരെയും ഉൾപ്പെടുത്തും, ഇൻക്ലൂസീവ് ആകും. അതാണ് രണ്ടാമത്തെ ലിസ്റ്റ്. ഒന്നാമത്തെ ലിസ്റ്റ് വന്നിട്ടുള്ളത് ഈ പ്രദേശത്ത് ഫുള്ളി വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഫാമിലികളുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ വരാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്, നിയമപരമായി ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ലിസ്റ്റ് ആ പ്രദേശത്തേക്ക് ഇനി പോകാൻ പറ്റാത്തവരും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ഔട്ട് ചെയ്യുകയല്ല, അങ്ങനെ പോകാൻ പറ്റാത്തതിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളും അവരെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും രണ്ടാം ലിസ്റ്റ്. 1, 2 പേരുകളിൽ ലിസ്റ്റ് ഇട്ടത് കൊണ്ട് ഒന്നാമത്തവർക്ക് ആദ്യം വീടും രണ്ടാമത്തവർക്ക് രണ്ടാമത് വീടുമല്ല, 2 സ്ഥലങ്ങളിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ 2 എസ്റ്റേറ്റുകളുമായി നിർമ്മിക്കുന്ന വീടുകൾ 2 ഘട്ടമായി ലിസ്റ്റ് എടുത്തവരെയും ഒരുമിച്ച് പുനരധിവസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ 2ആയിട്ട് എടുക്കാൻ പറ്റൂ. കാരണം രണ്ടാമത്തെ ലിസ്റ്റ് പ്രകാരം നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ വന്നപ്പോൾ നേരത്തെ നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാർക്ക് ചെയ്യാൻ പാടില്ല എന്ന ജനവികാരം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും അവരോടെല്ലാം സംസാരിച്ച് വർക്കൗട്ട് ചെയ്ത് ആ സ്ഥലങ്ങൾ ഏതാണെന്ന് മാർക്ക് ചെയ്ത് രണ്ടാമത്തെ ലിസ്റ്റും ഇപ്പോൾ നമ്മൾ സൈമുൾട്ടാനിയസായി ജനുവരി മാസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും, ആക്ഷേപം കേൾക്കും. ഞാൻ ചേട്ടനോട് ഉൾപ്പെടെ എല്ലാവരോടുമായി പറയേണ്ട ഒരു കാര്യം, ഈ ലിസ്റ്റിൽ ഏതെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. നാളെ മുതൽ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ദിവസം എടുത്തു, 15 വർക്കിംഗ് ഡേ ഉപയോഗിച്ചുകൊണ്ട് ജനുവരി 10 വരെ ഒറ്റയ്ക്കോ കൂട്ടായോ
അതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ പറ്റും. ആ ഓക്കെ, താങ്ക് യു ആക്ഷേപം താങ്ക് യു ആഷ്മി, താങ്ക് യു ശങ്കരൻ. ശങ്കരന് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി രാജൻ, ഈ പട്ടികയിലെ അപാകത പരിഹരിക്കുമെന്ന് താങ്കൾ പറഞ്ഞു. അത് സമയബന്ധിതമായി പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ജില്ലാ കളക്ടറോട് ഇന്നലെ ആ കാര്യം എന്ത് പറ്റി എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സാങ്കേതികമായ ഇരട്ടിപ്പ് ഒറ്റയടിക്ക് നമുക്ക് DDMA തന്നെ ചേർന്ന് വീണ്ടും ഒഴിവാക്കാം. ബാക്കി ഉണ്ടാകുന്നതിലും ഉറപ്പായിട്ട് ഇത്ര വലിയൊരു ദുരന്തമായതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോയ പേരുകളുണ്ടാകും, അനധികൃതമായി വന്ന ആളുകളുടെ പേരുകളുണ്ടാകും. ആ അപേക്ഷയ്ക്ക് 15 വർക്കിംഗ് ഡേ, കൃത്യം ഡേറ്റ് പറഞ്ഞാൽ ജനുവരി 10 വരെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ജനുവരി 10 കഴിഞ്ഞാൽ സബ് കളക്ടർ ഒരു തദ്ദേശ ഉദ്യോഗസ്ഥൻ്റെയും റവന്യൂ ഉദ്യോഗസ്ഥൻ്റെയും സാന്നിധ്യത്തിൽ നേരിട്ട് പോയി ആ ഇടങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട് DDMA വീണ്ടും കൂടിയാണ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുക. അതുകൊണ്ട് ഒരു വശത്തിലും പേടിക്കേണ്ട. ഇനി അതിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലാണ് മന്ത്രിയുടെ ഓഫീസോ സർക്കാരോ നേരിട്ട് കേൾക്കാൻ ഇടവരുത്തുക. അവിടെ ദുരന്തബാധിതനായ ഒരാളെയും, ലയങ്ങളിൽ താമസിക്കുന്നവരുൾപ്പെടെ ദുരന്തബാധിതനായ ഒരാളെയും വിട്ടുപോകില്ല. കരട് പട്ടിക സ്വാഭാവികമായിട്ടും പുറത്തിറക്കിയപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടെങ്കിൽ നിർബന്ധമായും ഗവൺമെൻറ് ഇടപെടും. DDMAയോട് വീണ്ടും അക്കാര്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഈ പരാതി സ്വീകരിക്കുന്നത്. പരാതി വരുന്ന മുറയ്ക്ക് കൃത്യമായി അതുകൂടി പൂർത്തീകരിച്ച് കരട് എന്ന ലിസ്റ്റ് തെളിമയോടുകൂടിയുള്ള ലിസ്റ്റായി ഫൈനലൈസ് ചെയ്യുമ്പോൾ പിന്നെ കരട് ഉണ്ടാകില്ല, തെളിമ മാത്രമേ ഉണ്ടാകൂ. താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ. റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുകയായിരുന്നു. ചില ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് മന്ത്രി രാജൻ ഉറപ്പ് പറയുന്നത്. ആ ഉറപ്പിൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ. വരുന്ന ദിവസങ്ങളിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കും. ഈ കരട് പട്ടികയിൽ ഉണ്ടായ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സത്വര ശ്രമം ഉണ്ടാകുമെന്നാണ് റവന്യൂ മന്ത്രി രാജൻ ആശങ്കയില്ലാത്ത വിധം പറയുന്നത്. താങ്ക് യു റവന്യൂ മന്ത്രി കെ രാജൻ.